നമസ്തേ. ഇപ്പോൾ നമ്മൾ സംസ്കൃതം എന്ന് പറയുമല്ലോ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഇപ്പോൾ ദേവവാണി എന്ന് പറയും. ദേവന്മാരുടെ ഭാഷ. അതാണ് സംസ്കൃതം എന്ന് പറയും. അല്ലാതെ ഈ വാക്കിൻ്റെ ശബ്ദാർത്ഥം തന്നെ സംസ്കരിക്കപ്പെട്ടത്, ദാറ്റ് വിച്ച് ഹാസ് ബീൻ പെർഫെക്റ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കുറ്റവും കുറവുകളൊക്കെ തീർത്ത് പരിപൂർണമാക്കപ്പെട്ടത്, പെർഫെക്റ്റ് ആക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സംസ്കരിക്കപ്പെട്ടെന്നുള്ള സംസ്കാരം എന്ന വാക്കുകൊണ്ട് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ സംസ്കാരം അല്ലെങ്കിൽ മൃഗങ്ങളുടെ സംസ്കാരം തമ്മിൽ വ്യത്യാസമില്ലേ? ഇല്ലേ? ഇപ്പോൾ മൃഗങ്ങളുടെ സംസ്കാരം നമ്മൾ നോക്കണമെങ്കിൽ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കും, പൊന്നുപോലെ നോക്കും. ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആപ്പീസ് കൂട്ടും. മനസ്സിലായോ? അപ്പോൾ മനുഷ്യരും അങ്ങനെ തന്നെ. മനുഷ്യർ അവരുടെ മക്കളെ നോക്കും. അവരുടെ മക്കളാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലും മനുഷ്യന് ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഇല്ലേ? അപ്പോൾ രണ്ടുപേർക്കും അവിടെ ഒരേ സംസ്കാരമാണ്. അവരും ജനിക്കുന്നു, മൃഗങ്ങളും ജനിക്കുന്നു, നമ്മളും ജനിക്കുന്നു. അവർ അവരുടെ അമ്മയുടെ പാല് കുടിക്കുന്നു, നമ്മൾ നമ്മുടെ അമ്മയുടെ പാല് കുടിച്ച് വളരുന്നു. ഇല്ലേ? എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. നമുക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട്. മൃഗങ്ങൾക്കും അതിനുണ്ട്. പക്ഷേ അവർ അപ്രൈറ്റ് അല്ലെന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ കൈ 2 ഫ്രണ്ടിലെ കൈ കാലായി മാറി. മനസ്സിലായോ? 4 കാലായി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുകാലി മൃഗങ്ങൾ തന്നെയാണ് മനുഷ്യർ. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നതൊന്നുമല്ല. അതായത് നമ്മളുടെ സംസ്കാരവും മൃഗങ്ങളുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം തന്നെ. എന്തുകൊണ്ടാണ് നമ്മളുടേത് ബെറ്റർ ആവുന്നത്? ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ജനനം, ശൈശവം, അതിലൊക്കെ മൃഗങ്ങളുടെ അതേപോലെ തന്നെയാണ് മനുഷ്യർ. പിന്നെ നമ്മൾ മൃഗങ്ങളുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിക്കോളൂ. പട്ടി, ചെറിയ പട്ടി, വലുതല്ല കേട്ടോ, കുഞ്ഞിപ്പട്ടി, പിന്നെ കുരങ്ങ്, അതിനെയൊക്കെ ഉടുപ്പിടിപ്പിച്ചിട്ട് മനുഷ്യരെ പോലെ, കൊച്ചു കുഞ്ഞിനെ പോലെയൊക്കെ നടത്തിക്കൊണ്ട് പോകണ വീഡിയോ ഉണ്ട്. മനസ്സിലായോ? കണ്ടു കഴിഞ്ഞാൽ, ഉടുപ്പിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് മനുഷ്യക്കുഞ്ഞാണെന്ന് വിചാരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ മൃഗവും മനുഷ്യരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? വസ്ത്രമാണ്. അല്ലേ? നമുക്ക് വസ്ത്രമുണ്ട്, അതായത് നമുക്ക് നാണമുണ്ട്. നാണമുള്ള വസ്ത്രം ഇടുന്നത്. ഇല്ലേ? വസ്ത്രം ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് നാണം. ആദ്യത്തെ കാരണം നാണമാണ്. മറ്റേത് കാലാവസ്ഥ. കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ, സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ നമ്മൾ ടീഷർട്ട് ഇടും, അതിൻ്റെ പുറത്ത് പുള്ളോവർ ഇടും, ജാക്കറ്റ് ഇടും. കൊച്ചിയിലാണെങ്കിൽ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഞാൻ നാട്ടിൽ ഒരു തോർത്തുമുണ്ടാണ് എൻ്റെ അടിവസ്ത്രം ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു തോർത്തുമുണ്ട്. അതാണ് എൻ്റെ വസ്ത്രം. മനസ്സിലായോ? അപ്പോൾ കാലാവസ്ഥ ഒരു കാരണമാണ്. പിന്നെ ഇനി നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ നാട്ടിൽ നല്ല കാലാവസ്ഥയുള്ളൂ, നല്ല വെയിലുണ്ടല്ലോ. പക്ഷേ എന്നാലും ഞാൻ വസ്ത്രം ഇട്ടിട്ടുണ്ട്. എന്തിനാണ് വസ്ത്രം ഇടണം? നല്ല കാലാവസ്ഥയല്ലേ. വെയിലുണ്ടെങ്കിൽ നമുക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ വസ്ത്രം കാലാവസ്ഥയ്ക്ക് മാത്രമല്ല, നാണം മറയ്ക്കാനാണ്. അതുകൊണ്ടാണ് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ വസ്ത്രം ഇടണത്. അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് നമ്മൾ വസ്ത്രം മുഴുവൻ ഊരിക്കളയില്ലേ, ചൂടെന്നും പറഞ്ഞ്. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. എത്ര ചൂടാണെങ്കിലും വസ്ത്രം ധരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ സാരിയാണ് ഇടുന്നത്. എത്ര ചൂടാണെങ്കിലും ഈ 5.5 മീറ്റർ നീളമുള്ള തുണി ചുറ്റി നടക്കുന്ന സ്ത്രീനെ കണ്ടു കഴിഞ്ഞാൽ തൊഴുത് നമ്മൾ എന്താ പറയുക, ഒരു കായ്കൂപ്പി നിൽക്കണം. കാരണം അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം. ഇത് സാരി എന്നുള്ള വാക്ക് നിങ്ങൾ മെറിയം വെബ്സ്റ്ററിൽ നോക്കിക്കോളൂ. സതി എന്നുള്ള വാക്കിൽ നിന്നാണ് സാരി എന്നുള്ള. എറ്റിമോസ് നോക്കുമ്പോൾ സതി എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംസ്കാരത്തെക്കുറിച്ചുള്ളൂ. അപ്പോൾ വസ്ത്രം എന്നുള്ളത് ഒരു വ്യത്യാസവും മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള വസ്ത്രധാരണം. അപ്പോൾ ഈ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? സ്ക്രിപ്ചറിൽ നിന്നാണ് ഈ അറിവ് കിട്ടുന്നത്. മനസ്സിലായോ? സ്ക്രിപ്ചറാണ്. അപ്പോൾ അറിവുള്ളതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കണത്.
ആ അറിവ് മൃഗങ്ങൾക്കില്ലാത്ത സ്ക്രിപ്ചറില്ല മൃഗങ്ങൾക്ക്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം ഇരിക്കണം. സ്ക്രിപ്ചറിലൂടെയാണ് നമുക്ക് ഭാഷ കിട്ടുന്നതും എല്ലാം കിട്ടുന്നത്. അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറാണ്. എന്താണ് സ്ക്രിപ്ചർ? സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുത്ത് എന്ന അർത്ഥമുണ്ട് സ്ക്രിപ്ചറിന്. മറ്റൊരർത്ഥം ഇപ്പോൾ ഞാനിവിടെ പറയുന്ന സ്ക്രിപ്ചറിൻ്റെ അർത്ഥം ആൻ അൺഡിറൈവ്ഡ് ബുക്ക് എന്നാണ് അർത്ഥം. അൺഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ടേക്കൺ ഫ്രം എനി പ്രയർ സോഴ്സ്, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ പുസ്തകം അതിന് വേറെ സോഴ്സൊന്നുമില്ല, മറ്റൊരു പുസ്തകത്തിൽ നിന്ന് ഒന്നും കടമെടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബൈബിൾ ഇസ് എ സ്ക്രിപ്ചർ. എന്തുകൊണ്ട്? ബൈബിളിൽ ജനസിസ് ബുക്കുണ്ട്, ഉൽപ്പത്തി പുസ്തകമുണ്ട്, അതിന് പിന്നിലൊന്നുമില്ലല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നല്ലേ പറഞ്ഞത് അല്ലേ? അങ്ങനെയാണ് ബൈബിൾ തുടങ്ങുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പോൾ സനാതനധർമ്മമാകട്ടെ ശ്രീ ശിവമഹാപുരാണത്തിൽ സൃഷ്ടിഗണം അതിൽ പറയുന്നത് ഒരു കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ അങ്ങനെയാണ് പറയണത്. അതായത് അനന്തകോടി കൽപ്പങ്ങളുണ്ട്. ഇതെവിടെ നിന്ന് തുടങ്ങി? അനാദി ആണിത്, ഇതിന് ആരംഭമില്ല. ബൈബിൾ അങ്ങനെയല്ല. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. 6-ാം ദിവസം മനുഷ്യനെയും സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ അറിവ് നേടി പാപിയായി. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മകനെ തല്ലിക്കൊന്നു. അങ്ങനെ മനുഷ്യരുടെ പാപങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ആ മകൻ വന്നത് മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിക്കാനാണ് എന്ന് വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും. അതായത് അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾ ക്രിസ്ത്യാനിയായി. അതായത് ക്രിസ്ത്യാനി ആയാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്താ ഒരു പരിപാടി! സനാതനധർമ്മം അങ്ങനെയൊന്നുമല്ല. സനാതനധർമ്മം പറയുന്നത് കർമ്മഫലം അനുഭവിക്കാതെ തീരില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ബൈബിളിൽ പറയുന്ന പോലെ ഓൾ യുവർ സിൻസ് വിൽ ബി ഫോർഗിവൺ. ജീസസ് സംസാരിക്കുകയാണ്. മത്തായിയുടെ പുസ്തകം 12-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഓൾ യുവർ സിൻസ് വിൽ ബി ഫോർഗിവൺ എക്സെപ്റ്റ് ദ സിൻ അഗൻസ്റ്റ് ദ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള പാപം മാത്രം പൊറുക്കൂല. നീ വേണേൽ പോയി റേപ്പ് ചെയ്തോ, അല്ലെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിൽ ചെയ്ത പോലെ ആൾക്കാരെ പട്ടിണിക്കിട്ട് കൊന്നോ, അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ ചെയ്ത പോലെ ഗ്യാസ് ചേമ്പറിൽ കയറ്റി കൊന്നോ, അല്ലെങ്കിൽ സ്റ്റാലിൻ ചെയ്ത പോലെ ആൾക്കാരെ കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നോ, എല്ലാം ഞാൻ പുറത്തു തരാം. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ നീ എന്തെങ്കിലും ചെയ്താലേ ഈ യുഗത്തിലോ ഇനി വരാനിരിക്കുന്ന യുഗത്തിലോ നിന്നോൾക്ക് മാപ്പില്ല, നിന്നോട് പൊറുക്കില്ല എന്നാണ് യേശു പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവ് വരാൻ ആരാണ് പരിശുദ്ധാത്മാവ്? മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കഥ, യേശുക്രിസ്തുവിൻ്റെ ജനനം. ദിസ് ഈസ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദിസ് ഈസ് ഹൗ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കെയിം അബൌട്ട്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയം യോസഫിന് പ്രതിശ്രുത വധുവായിരിക്കെ, എന്നാൽ അവർ സഹവസിക്കും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ ഒരു സ്ത്രീയെ ആരാണോ ഗർഭിണിയാക്കുന്നത് അയാളാണ് ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അപ്പോൾ യേശുവിൻ്റെ ഡാഡിയായിട്ട് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അല്ലേ? അപ്പോൾ യേശുവിൻ്റെ പിതാവാണ് പരിശുദ്ധാത്മാവ്. ഞാനീ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ്റെ പുസ്തകം 10-ാം അധ്യായം 30-ാം വാക്യം. ഈ വാക്യം നിങ്ങൾ ഫോർഗെറ്റ് ചെയ്യരുത്. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. ഞാനും എൻ്റെ പിതാവും ഒരാൾ തന്നെയാണ്, ഒന്നാണ്. മനസ്സിലായോ? അപ്പോൾ യേശുവിൻ്റെ ഫാദർ യേശു തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ വാചകം മത്തായി 12-ാം അധ്യായത്തിൽ നമുക്കൊന്നും കൂടി ഒന്ന് വായിക്കാം. ഓൾ യുവർ സിൻസ് വിൽ ബി ഫോർഗിവൺ. മനുഷ്യർക്കെതിരെ നിങ്ങൾ ചെയ്യുന്ന സകല പാപങ്ങളും പൊറുക്കപ്പെടും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ, അതായത് എനിക്കെതിരെ ചെയ്യുന്ന പാപം മാത്രം പൊറുക്കില്ല. എങ്ങനെയുണ്ട് പരിപാടി? കണ്ണിങ്നെസ് കണ്ടോ നിങ്ങൾ? ഇതാണ് പിശാചിൻ്റെ കൗശലം എന്ന് പറയുന്നത്. 2000 വർഷമായിട്ടും
മനുഷ്യർക്ക് യേശുവാണ് പിശാചെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് അത് പിശാചിൻ്റെ കൗശലത്തിൻ്റെ മികവ് കൊണ്ടാണ്. മനസ്സിലായോ? പക്ഷേ മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യവംശം എന്ന് പറയുമ്പോൾ ഒരു ഡേഞ്ചർ വന്നാൽ അതിൻ്റെ അകത്ത് തന്നെ അതിനുള്ള സൊല്യൂഷനും ഉണ്ടാവും. മനസ്സിലായോ? കാരണം അനാദികാലം മുതലേക്ക് ഈ മനുഷ്യവംശം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ നിലനിൽക്കുന്നു? അത് ഉണ്ടാക്കിയവൻ്റെ കഴിവാണ്. അപ്പോൾ ഈ ഭൂമി ഉണ്ടാക്കിയവനെ ഈ ലോകാവസാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയുടെ അവസാനം, പുതിയ ആകാശം പുതിയ ഭൂമി, വെളിപാട് പുസ്തകത്തിൽ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ്, പുതിയ സ്വർഗത്തിലോട്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ലോകം അവസാനിച്ചു, മനുഷ്യൻ പാപം ചെയ്തു. പക്ഷേ ഈ ലോകത്തിൽ അങ്ങനെയാണ് മനുഷ്യനെ മാത്രം കൊന്നാൽ പോരെ? ഓക്കെ, സമ്മതിച്ചു, ആദം പാപം ചെയ്തു. എങ്കിൽ പിന്നെ ആദമിനെ മാത്രം കൊന്നാൽ പോരെ? മനുഷ്യനെ മാത്രം കൊന്നാൽ പോരെ? ഈ ലോകം കത്തിച്ചാമ്പലാക്കും എന്ന് പറയുമ്പം ഇവിടെയുള്ള എന്തെല്ലാം ജീവികളുണ്ട്? മനുഷ്യൻ മാത്രമാണോ ഇവിടെ ജീവി? ദശലക്ഷക്കണക്കിന് സ്പീഷീസ് വേറെ ഇവിടെ ഉണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി മാത്രമാണ്. പക്ഷേ പ്രാണികളിൽ മുമ്പൻ അവനാണ്. പക്ഷേ ഒരുപാട് പ്രാണികൾ വേറെ ഇവിടെ ഉണ്ട്. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പക്ഷികളുണ്ട്, മത്സ്യമുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അവരൊന്നും ഈ അറിവിൻ്റെ കനി തിന്നിട്ടില്ലല്ലോ. തിന്നിരുന്നെങ്കിൽ അവർക്ക് അറിവുണ്ടായിരുന്നേനല്ലോ, നാണം വന്നാനല്ലോ, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞാനല്ലോ. ഈ മൃഗമൊന്നും ഇതുവരെ തിരിച്ചറിയുന്നില്ലല്ലോ നഗ്നരാണെന്ന്. അപ്പോൾ അറിവിൻ്റെ കനി അവർ തിന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ അവരെന്തിനാ കൊല്ലണത്? അതായത് നീതിയില്ല. ദൈവം എന്ന് പറഞ്ഞാൽ നീതിമാനായിരിക്കണ്ടേ? യഹോവ ദൈവമാണെന്ന് പറഞ്ഞാൽ യഹോവ അനീതി പ്രവർത്തിക്കാൻ പാടില്ല. എല്ലാ സ്ഥലത്തും യഹോവ അനീതിയാണ് പ്രവർത്തിക്കുന്നത്, എല്ലാ സ്ഥലത്തും. നിങ്ങൾ നോക്കൂ, അബ്രഹാമിൻ്റെ കഥ നോക്കൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, അബ്രഹാമിൻ്റെ കഥ. യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിതാവെന്ന് വിളിക്കുന്ന അബ്രഹാമിൻ്റെ കഥ. മനസ്സിലായോ? അതിലെങ്ങനെയാണ് ആ കഥയിൽ? അബ്രഹാം കാശില്ലാണ്ട് വന്നപ്പോൾ ഭാര്യനെ കൂട്ടി കൊടുത്ത്. മനസ്സിലായോ? അതായത് ഈയിടെ ഞാൻ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ ലാലേട്ടൻ്റെ സിനിമയാണത്. അതിൻ്റെ അത് ലാലേട്ടൻ വലിയ പണക്കാരനാണ്. പക്ഷേ വേറൊരാളുണ്ട്, അയാൾ ആ സിനിമയിലെ വില്ലനാണ്. അയാൾ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് എല്ലാം തകർന്ന് തരിപ്പണമായി. അപ്പോൾ കടം കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഭാര്യനെ കൂട്ടി കൊടുക്കണേ ഇയാൾ. മനസ്സിലായോ? സിനിമയുടെ പേര് മറന്നുപോയി. ഒരു ട്രെയിൻ യാത്ര എന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ചെയ്യണ പോലെ കാശില്ലാണ്ട് വന്നപ്പോൾ സ്വന്തം ഭാര്യനെ കൂട്ടിക്കൊടുക്കണ പരമ വൃത്തികെട്ടവൻ, അതാണ് അബ്രഹാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാ, അബ്രഹാം ഭാര്യനെ കൂട്ടിക്കൊടുത്ത്. നോക്കൂ, സാറ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ. അതായത് സാറ ഓരോ ഒബ്ജക്ഷനും പറയുന്നില്ല. സാറക്കറിയാലോ അബ്രഹാമിൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ നല്ലവളായ ഒരു ഭാര്യയാണെങ്കിൽ അവളങ്ങനെ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. അവൾ ചത്താലും വേറൊരുത്തിൻ്റെ കൂടെ പോകില്ല. ഈജിപ്തുകാർക്ക് അവളെ കൊല്ലാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഫറവോന് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷേ ഇവള് നല്ലവളല്ല സാറ. ആ ക്യാരക്ടർ ഫോളോ ചെയ്യാൻ പറ്റിയ ക്യാരക്ടറല്ല. ഫോളോ ചെയ്തുകൂടാ. ഒരു സ്ത്രീ എങ്ങനെ ആയിക്കൂടാ എന്നതിന് ഉദാഹരണമാണ് സാറ. ഒരു പുരുഷൻ എങ്ങനെ ആയിക്കൂടാ, ഒരു ഭർത്താവ് എങ്ങനെ ആയിക്കൂടാ, അതിന് ഉദാഹരണമാണ് അബ്രഹാം. നോക്കൂ, ലൂസിഫർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കണ്ണിങ് ആണ്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് കണ്ണിങ് ആയിട്ടുള്ള ഒരാൾ. ഇപ്പം അയാൾ ഒരിക്കലും നിങ്ങളെ മുമ്പിൽ നിന്ന് വന്നിട്ട് നിങ്ങളെ ആക്രമിക്കില്ല. അയാൾ നിങ്ങൾ പോണ വഴിയിൽ നിങ്ങൾക്ക് വേണ്ടി കെണി ഒരുക്കി വെക്കും. അങ്ങനെ പ്രവർത്തിക്കുള്ളൂ അയാൾ. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ യഹോവ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം അവസാനിക്കുന്ന വചനം, 2-ാം അധ്യായത്തിലെ അവസാന വചനം എന്താ പറയുന്നത്? ആദവും ഹവ്വയും നഗ്നരായിരുന്നു. ദേ വർ നേക്കഡ് ബട്ട് ദേ വർ നോട്ട് അഷെയിംഡ്. മനസ്സിലായോ? അവർ നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് നാണം ഉണ്ടായിരുന്നില്ല എന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ കഥ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ആ സമയത്ത് അവർ പാപരഹിതരാണ്, പാപം ചെയ്യുന്നില്ല. പാപം എന്ന് പറഞ്ഞാൽ അറിവ് നേടുമ്പോഴാണ് പാപികളാണത്. മനസ്സിലായോ?
അപ്പോൾ ഈ കഥ ചെലുത്തുന്ന മെസ്സേജ് എന്താണിത് പറയുന്ന മെസ്സേജ്? ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൻ്റെ സന്ദേശം എന്താണ് ഇതിൻ്റെ സന്ദേശം? നമ്മളൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്തൊരു സന്ദേശം ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ സന്ദേശം എന്താണ്? അതായത് നിങ്ങൾ തുണിയില്ലാണ്ടിരുന്നോ? നാണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, വെള്ളക്കാരെ നോക്കൂ, അവർക്ക് നാണം ഉണ്ടാ? ഉണ്ടാ? ഇല്ല. അതിൻ്റെ കാരണം ഈ ഡയലോഗാണ്. ഉൽപ്പത്തി ദിവസം എത്ര വർഷം മുമ്പ് എഴുതിയത്? 3500 വർഷം മുമ്പ് എഴുതിയത് ഇന്നത് റിയാലിറ്റിയായി. അതാണ് ലൂസിഫറിൻ്റെ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ലൂസിഫർ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷം ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മനസ്സിലായോ? മറിയനെ പിടിച്ച് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി, അതിനുശേഷം 600 വർഷത്തോളം വെയിറ്റ് ചെയ്തു. മുഹമ്മദിനെ പിടിച്ച് ഇസ്ലാം ഉണ്ടാക്കി. അപ്പോൾ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്കാരും തമ്മിൽ തല്ലായി. അങ്ങനെ തമ്മിൽ തല്ലിയ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു. കോടിക്കണക്കിന് മനുഷ്യർ. അറിയാമോ? ക്രൂസൈഡ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് വിചാരം? കുരിശ് യുദ്ധം. 190 വർഷമായിരുന്നു കുരിശ് യുദ്ധം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇറാനും ഇറാഖും തമ്മിൽ 8 വർഷമാണ് യുദ്ധം ഉണ്ടായത്. അത് തന്നെ ഒരു ഭയങ്കര യുദ്ധമായിരുന്നു. കുറേ എണ്ണം മരിച്ചു. 8 വർഷമൊക്കെ എങ്ങനെ യുദ്ധം ചെയ്യും? ഇപ്പം റഷ്യയും യുക്രൈനുമായിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. അത് 2 കൊല്ലം ആകാറായിരുന്നു. എന്തായാലും ഇത്രയും നാൾ യുദ്ധം നടത്തണില്ലേ? അപ്പോൾ തന്നെ ഒരുമാതിരി രണ്ടുപേരും ഒരുമാതിരി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് 190 വർഷം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അന്നേരം ഇവിടെയുള്ള യൂറോപ്പിലുള്ള ആണുങ്ങളൊക്കെ മരിച്ചു. കുറേ എണ്ണം മരിച്ചു. കുറേ ആൺകുട്ടികൾ മരിച്ചു. ലാസ്റ്റ് കുട്ടികളെ കൊണ്ടുപോകും യുദ്ധത്തിന്. കുട്ടികളെ അറിയാമോ? ഇന്ന് നമ്മൾ പറയൂലേ, IS പിള്ളേർ തോക്കും പിടിച്ചോണ്ടിരിക്കണമെന്ന് പറയൂലേ? ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണത്. അമ്മാതിരി യുദ്ധമായിരുന്നു കുരിശ് യുദ്ധം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധം സ്പെയിനിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. എനിവേ, അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനാരാ? ഈ എല്ലാ പ്രശ്നങ്ങൾക്കും മനുഷ്യരെ ഡിവൈഡ് ആൻഡ് റൂൾ. അത് തന്നെയാണ് ലൂസിഫറിൻ്റെ തന്ത്രം. അവൻ മനുഷ്യരുടെ പുറത്ത് ലേബിൾ ഒട്ടിക്കും. യു ആർ എ ക്രിസ്ത്യൻ, യു ആർ എ മുസ്ലിം, യു ആർ എ ജ്യൂ. നൗ സ്റ്റാർട്ട് ഫൈറ്റിംഗ്. ഫൈറ്റ് തുടങ്ങി. എപ്പോൾ ഉണ്ടായോ? ഇവരെന്നുണ്ടായോ? അന്ന് മുതൽ ഇന്ന് വരെ ഫൈറ്റാണ്. അല്ലാണ്ട് ഈ മതങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം മനുഷ്യനുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? 1990 മെയ് മാസം 14-ാം തീയതി വൈകുന്നേരം നമ്മൾ ദില്ലിയിൽ നിന്ന് സ്യൂറിക്കിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചുമ്മാ നടന്നാണ് കയറാൻ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു സെക്യൂരിറ്റി വളരെ ഈസിയായിരുന്നു. നമ്മൾ ഇന്നാണെങ്കിൽ എന്തെല്ലാം ഇതാണ് അറിയോ? കാരണം എന്താണ്? ആരാണ് എവിടെയാണ് ബോംബ് വെക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരായിരിക്കും ബോംബ് വെച്ച് കൊല്ലണത്. മനസ്സിലായോ? ഇപ്പോൾ ഈ കാശ്മീർ ഈ അടുത്തിടെ നടന്നില്ലേ? അത് തീർത്ഥാടകരാണ്. അവരെയൊക്കെ കൊല്ലാമോ? തീർത്ഥാടകരെയൊക്കെ കൊല്ലാമോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഹിന്ദുക്കളെ ഏറ്റവും അധികം വെറുക്കുന്ന ആൾക്കാരാണ് അവരെന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, BJP-നോടും ഭയങ്കര വെറുപ്പുണ്ട്. കാരണം പ്രധാനമന്ത്രി 3-ാമത്തെ തവണ പ്രധാനമന്ത്രിയായിട്ട് മോദിജി സത്യപ്രതിജ്ഞ ചെയ്യുന്ന എൻ്റെ അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ ഇത് BJP-ക്കും ഉള്ളൊരു സമ്മാനമായിട്ടാണ് അത് ചെയ്തത്. അതിന് ഇത്ര ആൾക്കാരുടെ ജീവനെടുത്ത്. അപ്പോൾ മനുഷ്യജീവന് ഒരു വിലയില്ലല്ലേ? ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ കൊല്ലണം എന്ന് പറയുമ്പോൾ എന്താണൊരു കഥ? മനുഷ്യരെവിടെ എത്തി? ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വഴി വിട്ട് ഒരുപാട് പോയി. അപ്പോൾ സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഭക്ഷണ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കുക്ക് ചെയ്താണ് കഴിക്കണത്. നമ്മൾ മാത്രമാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. മനസ്സിലായോ? മറ്റ് ജീവികൾ, ഒരു ജീവിയും എല്ലാം പച്ചക്കാണ് തിന്നുന്നത്. മനസ്സിലായോ? മനുഷ്യർ മാത്രമാണ് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഇതുള്ളത്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണത്. ഇനി എല്ലാറ്റിലും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയോ? മരിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ മൃതദേഹം, അത് ഇനി എന്ത് സംസ്കാരമാണ് നമ്മൾ നൽകുന്നത്? അതാണൊരു വ്യത്യാസം. ഇപ്പം മൃഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പട്ടി ചത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കുഴി കുത്തി പട്ടിനെ അതിൻ്റെ അകത്തിട്ട് മൂടും, ഇല്ലേ? അതല്ലേ ചെയ്യണത്? ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് പട്ടി ചത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് പട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സംസ്കാരം, ഇല്ലേ? അങ്ങനെയുള്ളപ്പോൾ മനുഷ്യരെയും അതേപോലെയാണ് കുഴി കുത്തിയിട്ട് മൂടുകയാണ് വേണ്ടത്, ആണോ? അപ്പോൾ പിന്നെ പട്ടി മനുഷ്യനുമായിട്ട് എന്താ വ്യത്യാസം? വ്യത്യാസം വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്, ഇല്ലേ? പക്ഷേ സെമിറ്റിക് മതക്കാരും അവരുടെ മൃതദേഹത്തിനോട് അവർ നൽകുന്ന ആ സംസ്കാരവും പിന്നെ മൃഗങ്ങളോട് കാണിക്കുന്ന സംസ്കാരം ഒരേപോലെ. ഇതിൻ്റെ കാരണം എന്താ കാരണം? എന്തിനാണ് ഈ സെമിറ്റിക് മതക്കാർ ഈ മൃതദേഹം കുഴിച്ചിടണം? എന്തിനാണ് കുഴിച്ചിടണം? അത് യഹൂദരായാലും മുസ്ലിമായാലും ഖബറെന്ന് പറയും മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളായാലും കുഴിച്ചിടും. എന്താ കാര്യം? കാരണം ഈ 3 പേരും വിശ്വസിക്കുന്നത് മുകളിൽ നിന്ന് ആൾ വന്നിട്ട് ഇവരൊക്കെ എണീക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ഇതിനേക്കാളും വലിയൊരു അന്ധവിശ്വാസം വേറെ എന്താ ഉള്ളത്? ചത്ത് മണ്ണടിഞ്ഞു പോയി, അത് പുഴു തിന്ന് എല്ലാം തീർന്നു, ഇനി പിന്നെ അത് എവിടെ നിന്ന് എണീറ്റ് വരാനാണ്? ഇത് മനുഷ്യരോട് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതിലൊരു അതിരില്ലേ? എങ്ങനെയാണ് ഈ അഴുകിപ്പോയ അപ്പൂപ്പൻ്റെയും അമ്മുമ്മയുടെയും അപ്പൻ്റെയും അമ്മയുടെയൊക്കെ ഡെഡ് ബോഡി എങ്ങനെ പൊന്തി വരാനാണ്? യേശു വന്ന് വിളിക്കുമ്പോൾ ഇതൊക്കെ എണീച്ചു വരുമോ? അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിനല്ല, അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുൽവാമ ആക്രമണം ഉണ്ടായില്ല, അതിന് പ്രതിവിധിയായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു തിരിച്ച് അങ്ങോട്ട് ഒരെണ്ണം കൊടുത്തില്ല, ഒരു ബോംബ് കൊണ്ടിട്ടില്ലേ? ഒരു തീവ്രവാദി ഇകളെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രം പാകിസ്ഥാനിൽ രാത്രി കൊണ്ടായിട്ട് ബോംബിട്ടില്ലേ? അന്നേരം 400 പേരെന്നാണ്ട് മരിച്ചു എന്നാണ് പറയണത്. അത് ആ ബോംബ് ജനറേറ്റ് ചെയ്യണത് 1000കണക്കിന് ഡിഗ്രി ചൂടാണത് ഉണ്ടാക്കണത് ആ ബോംബ്. മനസ്സിലായോ? അതിൽ മനുഷ്യൻ തവിട് പൊടിയായി പോവും ആ ചൂടിൽ, എല്ലാം വെറുതെ ഭസ്മമായി പോവും. മനസ്സിലായോ? ഈ ക്രെമറ്റോറിയല്ലേ അതിൻ്റെ അകത്ത് വെക്കൂലേ, അതേപോലത്തെ ചൂടാണ്, അതിലും ചൂടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പിന്നെ അവരൊക്കെ എങ്ങനെയാണ് എണീറ്റ് വന്നത്? എല്ലാം പോയി, ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ, ഇല്ലേ? ഇന്നാളെ ഞാൻ നോക്കുമ്പോൾ കോവിഡ് വന്നിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കോവിഡ് വന്ന് മരിച്ച ആൾക്കാരെ ക്രിസ്ത്യാനികളുടെ സിമിത്തേരിയിലിട്ട് ദഹിപ്പിക്കണം, കത്തിച്ചളഞ്ഞ് പോയി. അത്രയുള്ള കാര്യം അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ ലോകം മുഴുവനും ശവപ്പറമ്പാക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഈ സെമിറ്റിക് മതക്കാർ വന്നിട്ട് എന്താ ചെയ്തത്? പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എല്ലായിടത്തും ശവം മേടിക്കും, എന്നിട്ട് ഡാഡിയുടെയും മമ്മിയുടെയൊക്കെ ഇതുകൊണ്ട് കുഴിച്ചിടും, എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് പ്രാർത്ഥനയും. പിന്നെ ആ ഭാഗത്തൂടി ആൾക്കാർക്ക് നടക്കാൻ തന്നെ പേടിയായിരിക്കും, സിമിത്തേരിയുടെ അരിയത്തൂടി, ഇല്ലേ? അതുമാത്രം എത്ര ഹെക്ടാർ കണക്കിന് സ്ഥലമാണ് ഈ ലോകത്ത് സിമിത്തേരി വെച്ചേക്കണത്. മനുഷ്യർക്ക്, ജീവനുള്ള മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല, കൃഷി ചെയ്യാൻ സ്ഥലമില്ല. അപ്പോഴാണ് ഇത്രയും സ്ഥലം മരിച്ചവർക്ക് വേണ്ടി ഇത് ചെയ്യണത്. അത് ഡെഡ് ബോഡി ആയില്ല, മരിച്ചവർ പോയി. ഇത് മരണം എന്താണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല ക്രിസ്ത്യാനികൾക്ക്. അതാണ് സംഭവം. സെമിറ്റിക് മതക്കാർക്ക് മരണം എന്താണെന്ന് അറിയാൻ പാടില്ല. എങ്ങനെ അറിയും? അതിനെക്കുറിച്ചൊന്നും അവരുടെ ഗ്രന്ഥത്തിലൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നാളൊരു സിനിമയിൽ പറയുന്നത് കേട്ടെ, ദേഹമാകുന്ന വസ്ത്രം മാറി ദേഹി തുടരുന്ന യാത്ര. മരണത്തിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ പറഞ്ഞ് ഒന്ന് നിർവചിച്ചത്. അതായത് ഈ ദേഹം എന്ന് പറഞ്ഞാൽ ദേഹിയുടെ ഒരു വസ്ത്രമാണ്, ആ വസ്ത്രത്തിനുള്ളിലാണ് ദേഹി ഇരിക്കുന്നത്. അപ്പോൾ അത് മുഷിഞ്ഞ് അതിൻ്റെ സമയമായി മാറ്റാനായിട്ടുള്ള, അപ്പോൾ അത് മാറ്റി ദേഹമാകുന്ന വസ്ത്രം മാറി ദേഹി തുടരുന്ന യാത്ര. ദേഹി എന്ന് വെച്ചാൽ ജീവാത്മാവാണ്, അതിനതിൻ്റെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് അടുത്ത ഇതിലോട്ട് പോകണം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ എന്തെല്ലാം ദുരിതങ്ങൾ എത്ര മനുഷ്യർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം തന്നെ എടുക്കുക, അല്ലെങ്കിൽ കരുണാകരൻ്റെ എടുക്കുക. ഇവരൊക്കെ എത്ര ആൾക്കാരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ?
എത്ര മനുഷ്യർക്ക് ദുരിതം ഉണ്ടാക്കിയിട്ടുണ്ടോ? കൊള്ളയടി കൊള്ളയടി കൊള്ളയടി, പാവങ്ങൾക്ക് കിട്ടേണ്ട കാശ് മുഴുവനും ഇവന്മാരൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവനൊക്കെ ഒരു പ്രാവശ്യം ചത്താൽ മതിയോ? മതിയോ? ഇവനൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവന് ചാകേണ്ടി വരും. ഇവന് കർമ്മഫലം അതാണ്. അത്രയും മനുഷ്യരെ അവൻ ദ്രോഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എത്ര പ്രാവശ്യം 10 പേരുടെ മരണത്തിന് നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 തവണ കൊല്ലപ്പെടുമ്പോഴേ അത് കണക്ക് ടാലിയാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ പറഞ്ഞത്, ദേഹമാകുന്ന വസ്ത്രം മാറി ദേഹി തുടരുന്ന യാത്ര. അത് നമ്മൾ സൽക്കർമ്മം ചെയ്യും. ചിലർ ഇതേപോലെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൊന്നു തിന്നും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ കാരണം സനാതനധർമ്മം നൽകുന്ന അറിവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് അങ്ങനെ പറയണത് നമ്മുടെ ആൾക്കാർ, ഹിന്ദുക്കൾ. മനസ്സിലായോ? ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ പറയും? അറിവില്ലല്ലോ അവർക്ക്. അറിവില്ലാണ്ട് എങ്ങനെ പറയും? ക്രിസ്ത്യാനികളെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ഇതേ കൊണ്ട് കുഴിച്ചിട്ടോ, അവിടെ നിന്ന് മുകളിൽ നിന്ന് താടിയുള്ള ഒരാൾ വരും, യഹോവ, അല്ലെങ്കിൽ താടി ഇല്ലാത്ത യേശു, അല്ലെങ്കിൽ മീശ പഠിച്ച് താടി മാത്രമുള്ള അള്ളാഹു. മനസ്സിലായോ? എന്തൊരു വിഡ്ഢിത്തരമാണ്. ഇവർ 3 പേരും വിശ്വസിക്കുന്നുണ്ട് മോളിൽ നിന്ന് ആൾ വരുമെന്ന്. പക്ഷെ ആരാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് പറയും. യഹൂദർ പറയും യഹോവയാണ് വന്നതെന്ന് പറയും. ക്രിസ്ത്യാനികൾ പറയും യഹോവയൊന്നുമല്ല, യേശുവാണ് വന്നതെന്ന് പറയും. മുസ്ലിങ്ങൾ പറയും അള്ളാഹുവാണ് വന്നത്, യേശു എന്നല്ല. യേശുവിനെയും വിധിക്കും. അന്ത്യനാളിൽ അള്ളാഹു വരുമ്പോൾ എല്ലാവരും എണീക്കും. അന്ന് വരെ ജനിച്ച് ജീവിച്ച് മരിച്ച എല്ലാ ആൾക്കാരും, ആദാം മുതലുള്ള സകലരും. ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് ഞാൻ പറയണത്. അപ്പോൾ യേശു ഉണ്ടാവും. ഞാൻ വായിച്ച കാര്യമാണ് പറയണത്. അവരെ ഖുർആനിൽ യേശു ഉണ്ടാവും. അപ്പോൾ യേശു പറയും ഞാൻ ദൈവപുത്രനൊന്നുമല്ല. അവിടെ വെച്ച് പറയും ഇവന്മാരെ എന്നെ ദൈവപുത്രനാക്കിയാണെന്ന് പറഞ്ഞ് കൈ കഴുകും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് ബൈബിളിൽ യേശു ദൈവപുത്രനാണ്. ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആൻ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഗുഹയിലിരുന്ന മുഹമ്മദിൻ്റെ അടുത്ത് 40 വയസ്സുള്ള സമയത്ത് ഗബ്രിയേൽ വന്നിട്ട് മുഹമ്മദിന് ഓതിക്കൊടുത്ത കാര്യങ്ങൾ മുഹമ്മദ് ശിഷ്യന്മാർക്ക് ഓതിക്കൊടുത്ത് അവരെഴുതി വെച്ചതാണ് ഖുർആൻ. നമ്മളിപ്പോൾ ഇന്ന് വായിക്കുന്ന ഖുർആൻ. ഇതിങ്ങനെയല്ലെന്ന് ഒരു മുസ്ലിമും പറയാൻ പോണില്ല. ഞാൻ പറഞ്ഞ പ്രകാരം തന്നെയാണത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഖുർആൻ എന്താണെന്ന്. അപ്പോൾ ഗബ്രിയേലിൻ്റെ വാക്കുകളാണ്. ഗബ്രിയേൽ ആരാണ്? ഗബ്രിയേൽ എന്ന് വെച്ചാൽ മെസ്സഞ്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു ലെറ്റർ എഴുതിയാൽ അതൊരു പോസ്റ്റ്മാൻ കൊണ്ട് നിങ്ങൾക്കത് ലെറ്റർ തരും എന്ന് വെച്ചിട്ട് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ പോസ്റ്റ്മാൻ്റെ അല്ല, എൻ്റെ വാക്കുകളാണത്. മനസ്സിലായോ? അതുപോലെ ഗബ്രിയേൽ മുഹമ്മദിനോട് പറഞ്ഞത് ഗബ്രിയേലിൻ്റെ വാക്കുകളല്ല. ഗബ്രിയേൽ ഈസ് ഓൺലി എ മെസ്സഞ്ചർ. അള്ളാഹു ഗബ്രിയേലിന് മെസ്സേജ് കൊടുത്തു വിട്ടിട്ട് ഗബ്രിയേൽ മുഹമ്മദിനോട് സംസാരിച്ചതാണ്. അപ്പോൾ അവിടെ എന്താണ് ഖുറാനിൽ പറയുന്നത്? യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് നുണയാണ്. ക്രിസ്ത്യാനികൾ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് നുണയാണ്. ഇതാര് പറഞ്ഞു കൊടുത്തത്? ഗബ്രിയേൽ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇതേ ഗബ്രിയേൽ തന്നെയാണ് ഏതാണ്ട് ഒരു 600 വർഷം മുന്നേ ഈ മുഹമ്മദിൻ്റെ അടുത്ത് പോണതിൻ്റെ ഒരു 600 വർഷം മുന്നേ മറിയയുടെ അടുത്ത് ചെല്ലണത്. യു വിൽ ഹാവ് എ സൺ ആൻഡ് ഹി വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അതും ഗബ്രിയേൽ മെസ്സഞ്ചറാണ്. അവിടെ യഹോവയുടെ മെസ്സേജാണ് കൊടുക്കുന്നത്. യഹോവ എന്ത് മെസ്സേജാണ് കൊടുത്തത്? യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, അത്യുന്നതൻ്റെ പുത്രൻ. ആ വാക്കുകൾ എന്താണ് നിങ്ങൾ ഉപയോഗിച്ചേക്കണേ നോക്കൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവപുത്രനാണെന്ന് പറയുന്നില്ല, ഇൻഡയറക്റ്റായിട്ടാണ് പറയണത്. എന്താ ഡയറക്റ്റായിട്ട് പറയാൻ പാടില്ലേ? അവിടെ എന്താണ് മോസ്റ്റ് ഹൈ എന്ന് പറയുന്നത്? എന്തിനാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയാൻ പാടില്ലേ? ഇനി മോസ്റ്റ് ഹൈ ആരാണ്? ദൈവമല്ലേ? അല്ലേ? സംശയമുണ്ടോ? അപ്പോൾ
ദൈവത്തിൻ്റെ പുത്രൻ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നില്ല. കാരണം ഈ പറയുന്ന ആൾക്കറിയാം 600 വർഷം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്ന കള്ളമാണ് എന്ന് ഇങ്ങേര് തന്നെ പറയാനുള്ളതാണ് ഇങ്ങേർക്കറിയാം. അതായത് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ, മനസ്സിലായോ? അത് എത്ര വർഷം മുമ്പേ ഉള്ള പ്ലാൻ ആലോചിച്ച് നോക്കൂ. അതായത് ഇത് ഹ്യൂമൻലി പോസിബിൾ അല്ല. ഓക്കെ, ഇത് സൂപ്പർ നാച്ചുറൽ തന്നെയാണിത്, യാതൊരു സംശയവും വേണ്ട. ഇത്രയും വർഷം കാത്തിരുന്ന് അത് ഗബ്രിയേലിനോട് പറഞ്ഞ്, ഗബ്രിയേൽ മറിയത്തിനോട് വന്ന് പറഞ്ഞു നീ അത്യുന്നതൻ്റെ പുത്രനെ പ്രസവിക്കുന്നു എഴുതി വെച്ചേക്കണം. എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു, ക്രിസ്തുമതം ഉണ്ടാവുന്നു, റോമാ സാമ്രാജ്യം വീഴുന്നു, കാത്തലിക് ചർച്ച് ആവുന്നു, റോമാ സാമ്രാജ്യത്തിന് പകരം റോമൻ കാത്തലിക് ചർച്ച് ആവുന്നു, RC. അതിനുശേഷം മുഹമ്മദിനോട് ചെന്നിട്ട് ഇതേ ആളെ തന്നെ പറയുന്നു എന്തെന്ന്, യേശു ദൈവപുത്രനൊന്നുമല്ല. അങ്ങനെ പറയണവൻ്റെ കഴുത്ത് വെട്ട്, ഇടത്തെ കൈ വെട്ട്, വലത്തെ കാല് വെട്ട്, വലത്തെ കൈ വെട്ട്, ഇടത്തെ കാല് വെട്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കണം ഖുറാനിൽ. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ വായിച്ചിട്ട് തന്നെയാണ് പറയണത്. അത് ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഖുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം മാത്രമാണ് ഞാൻ വായിച്ചിട്ട് ഞാൻ മുഴുമിക്കാതെ മടക്കി വെച്ചതെന്ന് പറഞ്ഞില്ലേ. കാരണം എനിക്ക് ക്ലിയറായി എന്താണ് സംഭവം ക്ലിയറായി. പിന്നെ ഇനി വായിക്കണതിന് ഒരു പുസ്തകം അത് ഇപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സസ്പെൻസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കണതിനാണ്, അത് വായിക്കാനൊരു സുഖം ഉണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെ പൂട്ടി വെച്ചാനത്. പിന്നെ ഞാൻ ബൈബിളിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാരണം ഇതിനൊക്കെ പിന്നിൽ ബൈബിളാണെന്ന് എനിക്കറിയാം. ബൈബിളില്ലാണ്ട് ഖുറാനില്ല. ഖുറാൻ സ്ക്രിപ്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ക്രിപ്ചർ അൺഡിറൈവ്ഡ് ബുക്ക് എന്ന് പറഞ്ഞില്ലേ, നോട്ട് ടേക്കൺ ഫ്രം എനി പ്രയർ സോഴ്സ്. ആ കാറ്റഗറിയിൽ ഖുറാൻ വരില്ല ആക്ച്വലി, ബിക്കോസ് ഖുറാൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ബൈബിൾ. ബൈബിളിലുള്ള കഥയാണ് ഖുറാനിൽ പറയണത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഖുറാനല്ല, ബൈബിളാണ്. പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിളല്ലേ ആദ്യം തുടങ്ങിയത്. ഗുറ്റൻബർഗ് ഈ മാസ് പ്രിൻറ്റിങ് തുടങ്ങിയത് തന്നെ ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെച്ച് കഴിഞ്ഞു എന്ന് സ്നാപകയോഹന്നാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞ് എന്തായാലും ബൈബിളിലെ കാര്യമാണ് ഞാൻ പറയണത്. ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് പറയണത്. അത് ദയവ് ചെയ്ത് നിങ്ങൾ കഴിയുമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മാത്രം പറയുക, ഒബ്ജക്റ്റീവ് ആവുക. അല്ലാണ്ട് എന്നെ വന്ന് ഉപദേശിക്കാമെന്ന് ഒരു കാര്യമില്ല ടീമെ ഉപദേശിച്ചിട്ടൊന്നും. മനസ്സിലായോ? 25 വർഷമായി ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്, 25 ബ്ലഡി ഇയേഴ്സ്. ഓക്കെ, അതുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അല്ലാതെ പിന്നെ എന്നെ തെറിവിളി, എന്തിനാണ് ഇതിനൊക്കെ പോണത്? പിന്നെ ഞാൻ അത് റിമൂവ് ചെയ്യാൻ നിൽക്കണം. എന്തിനാണ് എൻ്റെ സമയം വെറുതെ കളയണത്? അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയാതെ, ഞാനിവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ബൈബിളിനെ സംബന്ധിച്ച്. ക്രിസ്ത്യാനികളോടാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ ഞാൻ ബൈബിൾ ഉദ്ധരിച്ചാണല്ലോ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ ഏത് പുസ്തകം കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ നിങ്ങൾ പറയണം, നിങ്ങൾ ഇന്ന പുസ്തകത്തിൽ ഇന്ന കാര്യം പറഞ്ഞല്ലോ, അത് തെറ്റാണ്, കാരണം ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വേണം നിങ്ങൾ വാദിക്കാനായിട്ട്. അല്ലാണ്ട് എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാദങ്ങൾ ഇല്ലാണ്ടാവും. പിന്നെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. നിങ്ങൾക്ക് എന്താണ്, എൻ്റെ അത്ര പോലും ബൈബിൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഓക്കെ, മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ, കാർത്തിക്കിനോളം അറിയുന്ന ഒരു മനുഷ്യൻ ഇനി മുമ്പും ജനിച്ചിട്ടില്ല, ഇനി ഉണ്ടാകാനും പോണില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയണേ, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ അല്ലെങ്കിൽ ബൈബിളിലെ വേറെ ഏത് പുസ്തകം വേണമെങ്കിലും ഉദ്ധരിച്ചോളൂ, നോ പ്രോബ്ലം, നമുക്ക് സമ്മതിക്കാം. അല്ലാണ്ട് ദയവ് ചെയ്ത് എന്നെ തെറി പറയല്ലേ. ഓക്കെ, കാരണം എനിക്ക് കുറേ തെറി കേട്ട് കഴിയുമ്പോൾ എനിക്ക് ചൂടാവും, പിന്നെ ഞാനും തെറി പറയാൻ തുടങ്ങും. മനസ്സിലായോ? അതിനൊരു ഇടവരുത്തരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, ഒരു റിക്വസ്റ്റാണ്, കഴിയുമെങ്കിൽ തെറി പറയാതിരിക്കുക, വേറെ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. പിന്നെ ഇത് ലൈക്ക് അടിച്ചില്ലെങ്കിലും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.